കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകൾ, 140 നിയോജക മണ്ഡലങ്ങൾ. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിൽ ഇത്തവണ കേരളത്തിന്റെ ഭരണം ആരുടെ കൈകളിലേക്ക് എത്തുമെന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് വീണ്ടും കേരളം ഭരിക്കാനുള്ള അവസരം ജനം നൽകുമോ? അതോ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് കേരളത്തിന്റെ ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം കേരളം ഒരുക്കുമോ? ഇതാണ് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, കേരളത്തിൽ NDA കറുത്ത കുതിരയാകുമോ? NDA അവകാശപ്പെടുന്നത് പോലെ 5 മുതൽ 8 വരെ സീറ്റ് നേടാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുമോ? ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ട ഐക്യത്തോടുകൂടി കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ഭരണം നേടാൻ പോരാടുകയാണ്. എന്നാൽ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച MLA-മാരുടെ പ്രകടനങ്ങൾ ചർച്ചയാക്കി അത് വോട്ടാക്കി മാറ്റി 3ാം തവണയും അധികാരത്തിലേറാനുള്ള ശ്രമങ്ങളാണ് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീപ്പാറുന്ന പോരാട്ടമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. മാറ്റുരച്ചു നോക്കിയാൽ പത്തരമാറ്റിന്റെ തിളക്കത്തോടെ പുറത്തു വരുന്ന മിന്നും താരങ്ങളെ ഇരുമുന്നണികളും സ്ഥാനാർത്ഥികളാക്കി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനും നിലനിർത്താനും പോരാട്ട രംഗത്തിറങ്ങുമ്പോൾ രാഷ്ട്രീയ ഗോതയിൽ ഇനി കാണാനിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളുടെ പോരാട്ടങ്ങളും തീത്തുപ്പുന്ന ചർച്ചകളുമാണ്. വിശദമായി പരിശോധിക്കാം. കേരളത്തിന്റെ മനസ്സ് ആർക്കൊപ്പം, ആർക്കനുകൂലമായി കേരളം ചിന്തിക്കും? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ തെരഞ്ഞെടുപ്പാണ്. 10 വർഷമായി കേരളത്തിൽ അധികാരത്തിന് പുറത്തിരിക്കുന്ന കോൺഗ്രസിനും UDF-നും അധികാരത്തിലേക്ക് തിരിച്ചു വരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം നിലനിർത്തണം. കാരണം രാജ്യത്ത് CPM ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ അധികാരം നിലനിർത്തണം. ആരോപണ പ്രത്യാരോപണങ്ങൾ മുന്നണി നേതാക്കന്മാരെല്ലാം തന്നെ ഇതിനകം ഉയർത്തിക്കഴിഞ്ഞു. BJP-ക്കും ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ കളം നിറയാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. മുൻപത്തെ പോലെയല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരു MP-യെ വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ചില മണ്ഡലങ്ങളിൽ BJP നിർണായക ശക്തിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ അല്ല എന്നൊക്കെ പറഞ്ഞാലും BJP നിർണായക ശക്തിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ ഉതകുന്ന ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. എന്നാൽ മറുഭാഗത്ത് ഇടതു ജനാധിപത്യ മുന്നണി CPM നേതാക്കന്മാർ പറയുന്നത് 10 വർഷത്തെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, UDF-ലെ തമ്മിലടി, UDF-നകത്തെ ഐക്യമില്ലായ്മ ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുതുമെന്നും മണ്ഡലത്തിലെ MLA-മാരുടെ പെർഫോമൻസ് ഏറെ മുന്നിലാണെന്നും ഇത് തങ്ങൾക്ക് അനുകൂലമായ ഒരു ഫാക്ടറാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നു. BJP പറയുന്നത് ഇരു മുന്നണികളും കേരളത്തെ ഭരിച്ചു മുടിച്ചിരിക്കുന്നു. ഇരു മുന്നണികൾക്കും ബദലായി കേരളത്തിനകത്ത് ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. ഞങ്ങൾക്കൊരു അവസരം തന്നാൽ എന്താണ് BJP-യുടെ ഭരണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള അവസരമായി ഞങ്ങൾ അത് വിനിയോഗിക്കുമെന്നാണ് BJP പറയുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളുള്ളത്. നമുക്ക് ഓരോ ജില്ലയിലെയും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് ശക്തിയുള്ള ജില്ലയുണ്ട്, പ്രത്യേകിച്ച് CPM-ന് ശക്തിയുള്ള ജില്ലയുണ്ട്, കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ശക്തിയുള്ള ജില്ലയുണ്ട്, CPI-യുടെ തട്ടകമായ ജില്ലയുണ്ട്, RSPക്ക് ശക്തിയുള്ള ജില്ലയുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിവിധങ്ങളായ പോക്കറ്റുകൾ ഉണ്ടെങ്കിലും കേരളത്തിന്റെ മൊത്തം ചിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ CPM-ഉം കോൺഗ്രസും തന്നെയാണ് പ്രബല രാഷ്ട്രീയ പാർട്ടികൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ ചില ജില്ലകൾ മാത്രമാണ് അവർക്ക് സ്വാധീനമുള്ളത്. RSPക്ക് കൊല്ലത്തിന്റെ ചില പോക്കറ്റുകളാണ് സാധ്യതയുള്ളത്. CPI-ക്ക് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കൊല്ലത്തും മാത്രമാണ് സാധ്യതയുമെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും 140 നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായ സ്വാധീനമുള്ള 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് CPM-ഉം കോൺഗ്രസും പിന്നെ BJP-യും മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിവിധ ജില്ലകളുടെ ഒരു പെർഫോമൻസ് 2021-ലെ ഒരു പെർഫോമൻസ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, CPM-ന്റെ കോട്ടക്കൊത്തളങ്ങളിലേക്ക് കടന്നു കയറാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാൻ CPM-ന് കഴിയുകയും അവർക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്യുന്നത് എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പൊ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചായിരുന്നല്ലോ. തീർച്ചയായും CPM-ന്റെ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ CPM-ന്റെ സ്വാധീന മേഖലയിൽ കോൺഗ്രസിന് കടന്നു കയറാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എടുത്താൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് അരുവിക്കരയൊക്കെ എടുത്താൽ അത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. വർക്കല, ഇതൊക്കെ ഇവർ അടുത്ത എനിക്കൊന്ന് 2-3 വർഷത്തിന് അല്ലെങ്കിൽ 2-3 തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ പിടിച്ചെടുത്തത്. അത്തരം കോട്ടകളൊക്കെ നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്നതല്ലേ? കോൺഗ്രസിന് ബേസ് ഔട്ടുള്ള മണ്ഡലങ്ങളായിരിക്കില്ല അതൊക്കെ. തീർച്ചയായും ഓരോ ജില്ലകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിലവിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് 2 സീറ്റാണ്, മഞ്ചേശ്വരവും കാസർഗോഡും. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്.
ബി.ജെ.പിക്ക് കൃത്യമായ സ്വാധീനമുള്ള കേരളത്തിലെ ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. മഞ്ചേശ്വരത്ത് ഇത്തവണയും തീപ്പാറുന്ന പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ഏകദേശ ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് നിലവിലെ UDFന്റെ സിറ്റിംഗ് MLA മുസ്ലിം ലീഗിലെ AK അഷ്റഫ് തന്നെ ജനവിധി തേടാൻ പോവുകയാണ്. ബി.ജെ.പിക്ക് വേണ്ടി NDAക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത് ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ്. അദ്ദേഹം നേരത്തെ അവിടെ 89 വോട്ടിനടക്കം പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. CPMന് വേണ്ടി, ഇടതുമുന്നണിക്ക് വേണ്ടി മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമെല്ലാമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് അന്തരിച്ച പാതൂർ കുഞ്ഞാമുവിന്റെ മകൻ ഷാനവാസ് പാതൂർ ജനവിധി തേടുമെന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷാനവാസ് പാതൂരിനെ പോലെയുള്ള സ്ഥാനാർത്ഥി അവിടെ ജനവിധി തേടിയാൽ അവിടെ ബി.ജെ.പിക്ക് അത് ഗുണകരമാവും. കാരണം പരമ്പരാഗതമായി ബി.ജെ.പി ജയിക്കാതിരിക്കാൻ ഇടതുമുന്നണിയുടെ ചില വോട്ടുകൾ ഐക്യമുന്നണിക്ക് ലഭിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഷാനവാസ് പാതൂരിനെ പോലെയുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള, നേരത്തെ മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ നിന്നാണ് അദ്ദേഹം UDF റിബലായി മത്സരിച്ച് ജയിച്ച് ജില്ലാ പഞ്ചായത്തിൽ എത്തുന്നതും അവിടെ CPM പിന്തുണയോടുകൂടി അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുന്നു. അവിടെ വോട്ട് സ്പ്ലിറ്റ് ആക്കിയാൽ അത് ഉപകാരമാവുക ബി.ജെ.പിക്കാണ്. മഞ്ചേശ്വരം പോലെയുള്ള ബി.ജെ.പി ഏറെക്കാലമായി പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന മണ്ഡലത്തിൽ അവിടെ ജനാധിപത്യപരമായ രൂപത്തിൽ UDF ഐക്യത്തോടുകൂടി UDFന്റെ വോട്ട് ലഭിക്കാൻ ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് AK അഷ്റഫ് പങ്കുവെക്കുന്നത്. പക്ഷേ അവിടെ ബി.ജെ.പി വോട്ട് മറയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ CPM വോട്ട് മറയ്ക്കുകയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് കാര്യങ്ങൾ എളുപ്പമാകും. അല്ല കേട്ടോ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു മണ്ഡലം അല്ല, കേരളം 140 മണ്ഡലങ്ങൾ കേരളം മൊത്തത്തിൽ എടുത്താൽ ബി.ജെ.പി CPM ഒരു അന്തർധാര ഉണ്ട് എങ്കിൽ അവർക്ക് കുറച്ച് സീറ്റുകൾ ജയിക്കാൻ കഴിയുമല്ലോ. അത്തരത്തിൽ ജയിക്കാം. പക്ഷേ മഞ്ചേശ്വരം പോലത്തെ ഒരു മണ്ഡലം അങ്ങനെയല്ല. മഞ്ചേശ്വരത്ത് CPM അവരുടെ ബേസ് വോട്ട് മഞ്ചേശ്വരത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അതൊരു പക്ഷേ UDFന്റെ പരാജയത്തിന് ഉതകുന്ന ഒരു കാരണമാകും. പക്ഷേ AK അഷ്റഫിന് മണ്ഡലത്തിൽ കൃത്യമായ സ്വാധീനമുണ്ട്. മണ്ഡലത്തിൽ അദ്ദേഹം 5 വർഷം MLA എന്ന രൂപത്തിൽ മണ്ഡലത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ AK അഷ്റഫിന് നിലവിൽ ഒരു ഭീഷണിയും ഇല്ല എന്നതാണ് കണക്കുകൂട്ടൽ. ഇനിയിപ്പം മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, CPM പറയുന്നത് അല്ലെങ്കിൽ ഇടതുമുന്നണി പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോടാണ് എതിർപ്പുള്ളത്, MLA മാരോട്, തങ്ങളുടെ MLA മാർ വീണ്ടും തുടർ ഭരണത്തിലെത്തും, അല്ലെങ്കിൽ അവരോട് ഒരു പ്രത്യേക MLA മാർക്കെതിരായ ഒരു വികാരമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ ധൈര്യമായി പറയാൻ കഴിയുമോ? കാര്യം അവർക്ക് MLA മാർ, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് നിലവിൽ MLA മാർ കുറവാണെങ്കിലും ആ MLA എനിക്കൊന്ന് 2 സ്ഥലത്ത്, പാലക്കാടും തൃപ്പൂണിത്തുറ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും MLA മാരെ മത്സരിപ്പിക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അവരെല്ലാവരും ജയിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ടോ? കാര്യം CPM ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ തങ്ങളുടെ MLA-മാരുടെ കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമാണ്. 1-2 MLA-മാരുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസിനകത്ത് വലിയ ചർച്ച. പക്ഷേ സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് നൽകുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ആ സിറ്റിംഗ് MLA-മാരൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. പക്ഷേ നിലവിൽ കോൺഗ്രസിന് 22 MLA-മാരാണുള്ളത്. ആ 22 MLA-മാരിൽ നിന്ന് കോൺഗ്രസിന് തനിച്ച് 50 മിനിമം ലഭിക്കണം. 45 എന്തായാലും ലഭിക്കണം. 45 MLA-മാർ ജയിക്കണമെങ്കിൽ ഇനിയും 23 MLA-മാരെ ജയിപ്പിച്ചെടുക്കണം. ഈ 23 MLA-മാരെ എവിടെ നിന്ന് ജയിപ്പിച്ചെടുക്കുമെന്നൊരു ചോദ്യം രാഷ്ട്രീയ കേരളത്തിൽ ഉയരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ചേശ്വരത്ത് ഐക്യജനാധിപത്യ മുന്നണിക്ക് കാസർഗോഡ് മഞ്ചേശ്വരത്തിന് പുറമെ ഐക്യജനാധിപത്യ മുന്നണിക്ക് MLA ഉള്ളത് കാസർഗോഡ് മാത്രമാണ്. തൃക്കരിപ്പൂരും ഉദുമയിലും കാഞ്ഞങ്ങാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA-മാരാണ്. ആഞ്ഞു പിടിച്ചാൽ തൃക്കരിപ്പൂര് ഐക്യമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ഉദുമയിൽ മികച്ച മത്സരം കാഴ്ചവെക്കാനും ഒരേ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഉദുമയും ജയിപ്പിക്കാൻ കഴിയും. പക്ഷേ മികച്ച സ്ഥാനാർത്ഥികളായിരിക്കണം, പടലപ്പിണക്കം. പക്ഷേ ഏറ്റവും മികച്ച പോളിംഗ് അവിടെ ഉണ്ടായാൽ മാത്രമേ ഒരു സാധ്യതയുള്ളൂ. കാരണം CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ഇരിക്കൂറിനും പേരാവൂരിനും പുറമെ കണ്ണൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അഴീക്കോട് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. കൂത്തുപറമ്പ് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. കോഴിക്കോടേക്ക് വരുമ്പോൾ നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. തിരുവമ്പാടി. ഇതെല്ലാം മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ, മികച്ച സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ മാത്രമേ ഇത് പിടിച്ചെടുക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ചില സീറ്റുകൾ കോൺഗ്രസിന് മത്സരിക്കാൻ അനുവദിക്കുകയും കോൺഗ്രസ് മത്സരിക്കുന്ന ചില സീറ്റുകൾ മുസ്ലിം ലീഗിന് വെച്ചുമാറുകയും ചെയ്താൽ ചില സാധ്യതകൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ഐക്യജനാധിപത്യ മുന്നണി തയ്യാറാകണം. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏത് കൊടുങ്കാറ്റിലും ഉലയാത്ത, ഏത് UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ പോലും ഇടതുമുന്നണിയെ മാത്രം ജയിപ്പിച്ച ചില മണ്ഡലങ്ങളാണ് ബേപ്പൂര്, അതോടൊപ്പം തന്നെ ബാലുശ്ശേരി, എലത്തൂര് തുടങ്ങിയ മണ്ഡലങ്ങൾ CPM-നെ എക്കാലത്തും ചേർത്ത് പിടിച്ച മണ്ഡലമാണ്.
അവിടെ ഒരു അട്ടിമറി അല്ലെങ്കിൽ വലിയൊരു അട്ടിമറിയൊന്നും കോൺഗ്രസും അവിടെ UDFും അവിടെ പ്രതീക്ഷിക്കില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മണ്ഡലങ്ങളിൽ നാദാപുരവും പേരാമ്പ്രയും കൊയിലാണ്ടിയും കോഴിക്കോട് സൗത്തുമെല്ലാം UDFിനും കോൺഗ്രസിനും നല്ല സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. മലപ്പുറത്ത് താനൂരും കഴിഞ്ഞ തവണ നഷ്ടമായ താനൂരും പൊന്നാനിയും തവനൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും. പാലക്കാട്ടും ഇത്തരത്തിൽ ചിറ്റൂര് നേരത്തെ കോൺഗ്രസിന്റെ MLA ആയിരുന്നു കെ അച്യുതൻ തന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ മണ്ഡലമാണ്. പട്ടാമ്പി നേരത്തെ CP മുഹമ്മദ് വിജയിച്ചു വന്ന മണ്ഡലമാണ്. തൃത്താല VT ബൽറാം ജയിച്ച മണ്ഡലമാണ്. ഇതെല്ലാം കോൺഗ്രസിന് ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ നേരത്തെ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ് വടക്കാഞ്ചേരി, തൃശ്ശൂര്, ഒല്ലൂര്, അതോടൊപ്പം തന്നെ മണലൂര്, PM മാധവനെല്ലാം ജയിച്ച മണ്ഡലമാണ് നാട്ടിക. ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ജയിച്ചു കയറാൻ, ഇത്തരം മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസിന് ജയിച്ചു കയറാൻ കഴിയും. മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കണം. എറണാകുളത്ത് കഴിഞ്ഞ തവണ നഷ്ടമായ കുന്നത്തുനാട് കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. കോതമംഗലം നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിക്കാം. കൊച്ചി കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. വൈപ്പിനൊഴികെയുള്ള മണ്ഡലങ്ങളിലെല്ലാം വൈപ്പിനും നല്ല സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിയും. അമ്പലപ്പുഴയും ചേർത്തലയും ആലപ്പുഴയും എല്ലാം അരൂരുമെല്ലാം കോൺഗ്രസിന് ജയിക്കാം. ആലപ്പുഴ ജില്ലയിൽ ഇടുക്കിയിൽ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിന് ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. കൊല്ലത്ത് കരുനാഗപ്പള്ളിക്കും കുണ്ടറയ്ക്കും പുറമെ കൊല്ലം, നിരയൂപുരം ചവറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. പുതുപ്പള്ളിയും കോട്ടയത്തിനും പുറമെ ഏറ്റുമാനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ പൂഞ്ഞാർ ഉൾപ്പെടെ കോൺഗ്രസിന് ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ 5-ൽ 5 മണ്ഡലങ്ങളും കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര, പാറശാല, വർക്കല, തിരുവനന്തപുരം സെൻട്രല്, വട്ടിയൂർക്കാവ്, അരുവിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് മികച്ച സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിക്കും മികച്ച സ്വാധീനമുള്ള മണ്ഡലമാണ്. നേമം, കഴക്കൂട്ടം പോലെയുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇവിടെയെല്ലാം മികച്ച മത്സരം നടക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി മത്സരിച്ചാൽ മാത്രമേ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജയിക്കാൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, സംസ്ഥാന സർക്കാരിനെതിരായ കുറ്റപത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വീട് വീടാന്തരം കയറിയിറക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം. തീർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ ഒന്നും ഒരു പരിധിവരെ നഗരമണ്ഡലങ്ങളിൽ, അതായത് എറണാകുളം ജില്ല പോലെയുള്ള നഗരമണ്ഡലങ്ങളിൽ അല്ലാതെ കോഴിക്കോടും മലപ്പുറവും കാസർഗോഡും കണ്ണൂരും പോലെയുള്ള, ഇടുക്കി പോലെയുള്ള, വയനാട് പോലെയുള്ള മണ്ഡലങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലടക്കം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണങ്ങൾ വളരെ ചെറിയ ഒരു ശതമാനത്തിന് മാത്രമേ സ്വാധീനിക്കാൻ കഴിയൂ. അവിടങ്ങളിലെല്ലാം ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ മാത്രമാണ് ഒരു പോംവഴി. അതിനുവേണ്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണം. മീനച്ചൂടായിരിക്കും. ആ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂട് ഹൃദയത്തിലേറ്റി മുന്നണി പ്രവർത്തകർ, അതായത് ഇടതുമുന്നണി ആയാലും UDF ആയാലും NDA ആയാലും അവർ തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയാൽ മാത്രമേ ഇവർ വിചാരിക്കുന്ന ഒരു ജയത്തിലേക്ക് എത്താൻ കഴിയൂ. അപ്പോഴും ഞാൻ പറയുന്നു, ഐക്യമുന്നണിക്ക് ഒരു എഡ്ജ് ഉണ്ട്. പക്ഷെ ആ എഡ്ജ് വോട്ടാക്കി മാറ്റി ജയത്തിലേക്ക് എത്തണമെങ്കിൽ രാവ് പകലാക്കി ചോര നീരാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധ്യമാവൂ.